Good morning, students. In the previous class, we have learned a lot of portions regarding um, village Palambol. Yes, organization of production, land, labor, capital. Then how we have to get the large amount of goods from same piece of land. All these points we have discussed in the earlier class. Then how capital is getting for farming. ഇതെല്ലാം നമ്മൾ പഠിച്ചു. Today we are going to study the remaining topic, page number 10. Take page number 10 of your economics textbook. Sale of surplus farm products. Okay, that is today's portion. Sale of surplus farm products. In the earlier class, we have studied that is large farmers and small farmers have a lot of surplus products. Surplus ഉണ്ട്. ഇപ്പോൾ സർപ്ലസ് വീറ്റ് ഒക്കെയാണ്. They sell this surplus wheat to nearby village. Yes, അപ്പോൾ നോക്കാം. Sale of surplus farm products. Let us suppose that farmers have produced wheat on their land using 3 factors of production. അല്ലേ? ഏതൊക്കെയാ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഇതുപയോഗിച്ചാണ് ഫാമേഴ്സ് എന്ത് ചെയ്യുന്നത്? വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ദ ഫാമേഴ്സ് ഹാവ് കൾട്ടിവേറ്റഡ് വീറ്റ് ഓൺ ദെയർ ലാൻഡ് യൂസിങ് 3 factors of production. ദ വീറ്റ് ഈസ് ഹാർവസ്റ്റഡ് ആൻഡ് പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. അല്ലേ? വീറ്റ് ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവും. വാട്ട് ഡു ദ ഫാമേഴ്സ് ഡു വിത്ത് ദ വീറ്റ്? They retain a part of the wheat for the family's consumption and sell the surplus wheat. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണ്. എന്താ? We have to use our own product. അല്ലേ? നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ തന്നെ ഉപയോഗിക്കും. അല്ലേ? ദ സർപ്ലസ് പ്രോഡക്റ്റ് വി ഹാവ് ടു സെൽ ഇൻ ദ മാർക്കറ്റ്. അതാണ്. അപ്പോൾ വീറ്റ് ഇത് തന്നെയാണ്. ദ വീറ്റിന് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാമേഴ്സ് നീഡ് 3 factors of production. ലാൻഡ്, ലേബർ എന്ന് പറഞ്ഞാൽ ഫാമേഴ്സ് തന്നെ ലേബർ ആവും. ദെൻ ക്യാപിറ്റൽ, മണി വേണം. ദെൻ അവരെന്ത് ചെയ്യും? ദ ഫാമേഴ്സ് റിറ്റെയിൻ എ പാർട്ട് ഓഫ് ദ വീറ്റ് ഫോർ ഫാമിലീസ് കൺസംഷൻ ആൻഡ് സെൽ ദ സർപ്ലസ് വീറ്റ്. സർപ്ലസ് വീറ്റ് സെയിൽ ചെയ്യും. സ്മോൾ ഫാമേഴ്സ് ലൈക്ക് സവിത ആൻഡ് ഗോവിന്ദ്, 2 സ്മോൾ ഫാമേഴ്സ് ആണ് അല്ലേ? സവിതയും ഗോവിന്ദും. ഗോവിന്ദ് സൺ ഹാവ് ലിറ്റിൽ സർപ്ലസ് വീറ്റ് ബിക്കോസ് ദെയർ ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് സ്മോൾ ആൻഡ് ഫ്രം ദിസ് എ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഈസ് കെപ്റ്റ് ഫോർ ദെയർ ഓൺ ഫാമിലി നീഡ്സ്. അപ്പോൾ സ്മോൾ ഫാമേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് സർപ്ലസ് വീറ്റ് ഇല്ല അല്ലേ? യെസ്, ലിറ്റിൽ സർപ്ലസ് വീറ്റ് ആണ്. അപ്പം ബിക്കോസ് ദർ ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് സ്മോൾ. അപ്പോൾ അവരുടെ സർപ്ലസ് കുറവാണ്. കാരണം എന്താണ്? ചിലപ്പോൾ സർപ്ലസ് കാണത്തുമില്ല. കാരണം അവരുടെ പ്രൊഡക്ഷൻ കുറവാണ്. ദിസ് പ്രൊഡക്ഷൻ ഈസ് സ്മോൾ ആൻഡ് ഫ്രം ദിസ് എ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഈസ് കെപ്റ്റ് ഫോർ ദെയർ ഓൺ ഫാമിലി. അപ്പോൾ മോസ്റ്റ് പാർട്ട് ഓഫ് ദെയർ അല്ലേ ഫുള്ളായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലേ? ഫോർ ദെയർ ഓൺ കൺസംഷൻ സ്മോൾ ഫാർമേഴ്സ്. സോ ഇറ്റ് ഈസ് എ മീഡിയം and large farmers who supply wheat to the market. Why? Because they have surplus production. But small, medium and large farmers, they have surplus production and therefore this surplus product they have sell in the market. Yes. Bullock cart streaming into market, each carrying lots of wheat. Bullock cartilakayana wheat kondupoകുന്നത്. The traders at a market buy the wheat and sell it further to shopkeepers in the towns and cities. അപ്പോൾ ഈ വീറ്റ് ആര് വാങ്ങിക്കും? ട്രേഡേഴ്സ് വാങ്ങിക്കും. എന്തിനു വേണ്ടിയാ? ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഫ്ലോർ. ദ ട്രേഡേഴ്സ് കൺവേർട്ട് ദിസ് വീറ്റ് ഇൻ ടു ഫ്ലോർ ആൻഡ് സെൽ ടു ദി ഷോപ്കീപ്പേഴ്സ് അല്ലേ? ടൗൺസ് ആൻഡ് സിറ്റീസ്. അങ്ങനെയാണ് സർപ്ലസ് വീറ്റിനെ. അപ്പോൾ സർപ്ലസ് വീറ്റ് എന്ത് ചെയ്യും? ദ സ്മോൾ ഫാർമേഴ്സ് സംടൈംസ് ദേ ഡോണ്ട് ഹാവ് സർപ്ലസ്. മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ഡോണ്ട് ഹാവ് സർപ്ലസ് പ്രോഡക്റ്റ്. ബട്ട് മീഡിയം ആൻഡ് ലാർജ് ഫാർമേഴ്സ് ദേ ഹാവ് സർപ്ലസ് പ്രോഡക്റ്റ് ആൻഡ് ദേ സെൽ ദി സർപ്ലസ് പ്രോഡക്റ്റ് ടു മാർക്കറ്റ്. ആൻഡ് ദ ട്രേഡേഴ്സ് എന്ത് ചെയ്യും? ബൈ ദീസ് വീറ്റ്. അല്ല വീറ്റ് എന്നല്ല, എന്തായാലും വീറ്റ് എന്നിപ്പോൾ നമ്മൾ നോക്കാം. ആൻഡ് സെൽ ടു ഷോപ്പ് കീപ്പേഴ്സ് ഇൻ ദ ടൗൺസ് ആൻഡ് സിറ്റീസ്. ഓക്കെ. ദെൻ here one farmer Tejpal Singh, he is a large farmer. Tejpal Singh, he was a large farmer, has surplus of 350 quintals of wheat from all his lands. He sell the surplus wheat at Raiganj market and has good earnings. കണ്ടോ? അപ്പോൾ Tejpal Singh, he is a large farmer, he has surplus wheat and he sell wheat to the market. Raiganj മാർക്കറ്റിലാണ് വിൽക്കുന്നത്. അങ്ങനെ ഓർത്താൽ മതി. സർപ്ലസ് വീറ്റ് മാർക്കറ്റിൽ വിൽക്കും. ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. Okay. What does Tejpal Singh do with his earnings? Last year, Tejpal Singh had put most of the money in his bank account
Later he used the savings for lending to farmers like Savita who were in need of a loan. കണ്ടോ? അപ്പോൾ തേജ്പാൽ സിംഗിന് അപ്പോൾ ഈ സർപ്ലസ് വീറ്റ് അവർ വിൽക്കുമല്ലോ, അപ്പോൾ ദേ ഗെറ്റ് ലോട്ട് ഓഫ് മണി. അപ്പം ദേ ഡെപ്പോസിറ്റ് ദിസ് മണി ഇൻ ദ ബാങ്ക്. ദേ ഡെപ്പോസിറ്റ് ദിസ് മണി ഇൻ ദ ബാങ്ക്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ആവശ്യമുള്ള എന്നിട്ട് നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷൻ അവർ യൂസ് ചെയ്യും. മാത്രമല്ല ദേ ഓൾസോ ഗീവ് മണി ടു സ്മോൾ ഫാമേഴ്സ്. കണ്ടോ? ലെൻഡിങ് ടു ഫാമേഴ്സ്. ഫാമേഴ്സിന് കടം കൊടുക്കും. ദേ ഓൾസോ യൂസ്, ലാർജ് ഫാർമേഴ്സ് യൂസ് ദിസ് സർപ്ലസ് മണി for lending purpose. To whom? To small farmers. അപ്പോൾ സ്മോൾ ഫാമേഴ്സിനും ലാൻഡ്ലെസ് ഫാമേഴ്സിനൊക്കെ എന്ത് കൊടുക്കും? ഈ സർപ്ലസ് മണി ലെൻഡ് ചെയ്യും. മനസ്സിലായല്ലോ? ദേ ആർ ഇൻ നീഡ് ഓഫ് മണി. He also used the savings to arrange for working capital need for farming in the next season. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നെക്സ്റ്റ് സീസൺ, നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷന് വേണ്ടി അവർ എന്ത് ചെയ്യും? ദേ യൂസ് ദ സർപ്ലസ് wheat, surplus money. They use the surplus money for next year production, for meeting the working capital needs for next season. കണ്ടോ? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മണിയാണ് അല്ലേ? മണി ഈസ് എ വർക്കിംഗ് ക്യാപിറ്റൽ. ഹി യൂസ്ഡ് അല്ലെ, ലാർജ് ഫാർമർ യൂസ്ഡ് ദിസ് മണി ഫോർ ദ നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷൻ അല്ലേ? കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷൻ. യെസ്. This year, Tejpal Singh plans to use his earnings to buy another tractor. Another tractor would increase his fixed capital. കണ്ടോ? അപ്പോൾ another tractor വാങ്ങിക്കും. അപ്പോൾ അയാൾക്ക് ഇഷ്ടംപോലെ മണി കിട്ടി. അപ്പോൾ ഹി യൂസ്ഡ് ദിസ് മണി ടു പർച്ചേസ് എ ട്രാക്ടർ. ട്രാക്ടർ എന്ന് പറയുമ്പോൾ എന്താ? മെഷീൻ അല്ലേ? അപ്പോൾ ഇതൊരു ഫിക്സഡ് ക്യാപിറ്റലാണ്. അപ്പോൾ അയാളുടെ ഫിക്സഡ് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നോക്കി, ഹി ഏൺ സർപ്ലസ് മണി, ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? അദ്ദേഹം നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യും അല്ലേ? ദെൻ മാത്രമല്ല, സം ഇയർ ദേ യൂസ്ഡ് ദിസ് മണി ഫോർ വിച്ച് പർപ്പസ്? ടു പർച്ചേസ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ഇപ്പോൾ മെഷീൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ്സോ ഒക്കെ വാങ്ങിക്കാനായിട്ട് യൂസ് ചെയ്യാം. Then like Tejpal Singh, other large and medium farmers sell the surplus farm products. A part of the earnings is saved and kept for buying capital for the next season. അല്ലേ? കുറച്ച് അവർ സേവ് ചെയ്യും, എന്നിട്ട് ഫിക്സഡ് ക്യാപിറ്റലൊക്കെ വാങ്ങിക്കാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷന് വേണ്ടിയും അവർ യൂസ് ചെയ്യും. They are able to arrange capital for farming from their own savings. Some farmers might also use the savings to buy cattle, trucks, etc. and to set up shops. കണ്ടോ? യെസ്. അപ്പോൾ ഇതൊക്കെ വേണ്ടി, ഇപ്പോൾ ട്രക്സും ക്യാറ്റിലും അല്ലേ? ബൈ ക്യാറ്റിൽ, ട്രക്സ് ആൻഡ് സെറ്റപ്പ് ഷോപ്സ്. അപ്പോൾ ഷോപ്സ് എന്ന് പറയുമ്പോൾ എന്തിനകത്ത് വരും? നോൺ ഫാമിംഗ് ആക്ടിവിറ്റി. ക്യാറ്റിൽ വരും, കാരണം ഡയറി ഫാമിംഗ് ഇസ് എ നോൺ ഫാം ആക്ടിവിറ്റി അല്ലേ? ഡയറി ഫാമിങ്ങിൽ അവർ യൂസ് ചെയ്യും. അപ്പം അങ്ങനെ എന്താ, നോൺ ഫാം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യും? ഈ മണി യൂസ് ചെയ്യും. അപ്പോൾ ദേ യൂസ്ഡ് സർപ്ലസ് മണി ഫോർ ദ നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷൻ. നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷന് വേണ്ടി അവർ സർപ്ലസ് മണി യൂട്ടിലൈസ് ചെയ്യും. പിന്നെ ദേ ഓൾസോ യൂസ് ദിസ് മണി ഫോർ ലെൻഡിങ് പർപ്പസ്, ലെൻഡിങ് ടു സ്മോൾ ഫാമേഴ്സ് ആൻഡ് ലാൻഡ്ലെസ് ഫാമേഴ്സ്. ആൻഡ് ദെൻ ദേ ഓൾസോ യൂസ് ദിസ് മണി ഫോർ പർച്ചേസിങ് ഫിക്സഡ് ക്യാപിറ്റൽ ലൈക്ക് എന്തൊക്കെയാണ്? ട്രാക്ടർ അല്ലെ, മെഷീൻസ് ആൻഡ് ബിൽഡിങ്സ്. ദെൻ ദേ ഓൾസോ യൂസ് ദിസ് മണി ഫോർ ബൈയിങ് കാറ്റിൽ, ട്രാക്സ്, ടു സെറ്റ് അപ്പ് ഷോപ്സ് എക്സെട്ര. അപ്പോൾ മനസ്സിലായല്ലോ ഹൗ ദേ യൂട്ടിലൈസ് ദിസ് സർപ്ലസ് മണി. ഓക്കെ, യെസ്, അത് നിങ്ങളൊന്ന് ഓർത്തോണം. ഓക്കെ, ഇതിൻ്റെയൊക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ലാർജ് ഫാമേഴ്സ് യൂട്ടിലൈസ് ദെയർ സർപ്ലസ് മണി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്തെഴുതും? ലാർജ് ഫാർമേഴ്സ് യൂട്ടിലൈസ് ദെയർ സർപ്ലസ് മണി ഫോർ എന്താ, ബൈയിങ് ഫിക്സഡ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ദേ ഓൾസോ യൂസ്ഡ് ദി സേവ്ഡ് മണി ഫോർ എന്താ, മണി ഫോർ carrying out the activities of the next year production. Then they also used money for lending purpose. Then they used money for purchasing fixed capital like machinery, building a shop, etc. Okay, അപ്പോൾ 4 പോയിന്റ്സ് ആയല്ലോ. ഇനി നോൺ ഫാം ആക്ടിവിറ്റീസ് നോക്കിയേ. Only 25% of the people working in Palampur are engaged in activities other than agriculture. ബാക്കി 75% എന്താ? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. 25% മാത്രമേ ഉള്ളൂ എന്ത്? നോൺ ഫാം ആക്ടിവിറ്റീസ്. അതിലൊന്നാമത്തെ ഡയറി ഫാമിംഗ്. Dairy is a common activity in many families of Palampur. People feed their buffaloes on various kinds of grass and jowar and bajra that grows during rainy season. അല്ലേ? They give grass and also jowar, bajra. അത് cattle feed ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. The milk is sold in Raiganj market. അല്ലേ? 2 traders from Shapur town have set up collection chilling centers at Raiganj, from where the milk is transported to faraway towns and cities. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഈ വില്ലേജിൽ അവർ വിൽക്കും, എന്ത് ചെയ്യും? ഈ പിന്നെ ലാർജ് അല്ലെ ടൗൺസിലേക്കും സിറ്റീസിലേക്കും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. മനസ്സിലായല്ലോ?
Yes, traders transport this milk to other towns and villages. The next ഇതൊക്കെ ഈ ടേബിളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോണം കേട്ടോ. അത് ലെറ്റ്സ് ഡിസ്കസിനകത്ത് ഫാർമേഴ്സിൻ്റെ കേസൊക്കെ എഴുതിയേക്കാണ്. പ്രൊഡക്ഷൻ ഇയർ 1, ഇയർ 2, ഇയർ 3, കൺസംഷൻ, സർപ്ലസ് പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ ഫോർ ദ നെക്സ്റ്റ് ഇയർ. അതൊക്കെ നിങ്ങളൊന്ന് വായിക്കണം. The consumption of wheat by each member family is the same. Column 3, the whole of the surplus wheat is this year is used as capital for the next year production. Also suppose production is twice the capital used in the production. Complete the table. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണേ. ടേബിളിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. Compare, let's discuss another just നോക്കിയാൽ മതി. Compare the production of wheat by 3 farmers over the years. What happened to farmer 3 in a year 3 can continue production? What will how to do to continue production? നിങ്ങളിത് വായിച്ചിട്ട് അടുത്ത നമ്മുടെ ലൈവ് സെഷനിൽ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യണം കേട്ടല്ലോ. ഫാർമർ 1, 2, 3യുടെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഡയറി ഫാമിംഗ് പഠിച്ചു. ഡയറി ഫാമിംഗ് പറഞ്ഞില്ലേ, എന്താ അവരെന്ത് ചെയ്യും, സർപ്ലസ് പ്രോഡക്ട്സ് പിന്നെ അടുത്ത നിയർ ബൈ വില്ലേജിലേക്ക് സെയിൽ ചെയ്യും. അവിടുന്ന് ട്രേഡേഴ്സ് എന്ത് ചെയ്യും, ട്രേഡേഴ്സ് മറ്റുള്ള സിറ്റിയിലും ടൗണിലും ഒക്കെ എത്തിക്കും. ഇനി അടുത്ത സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് ആണ്. നെക്സ്റ്റ് നോൺ ഫാം ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഡയറി ഫാമിംഗ്, സെക്കൻഡ് വൺ സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ്. ഓക്കെ Okay, next the example of an example of small scale manufacturing. നോക്കാം. Small scale manufacturing is the another important the activity. എങ്ങനത്തെ activity? Non farm activity. At present, less than 50 people are engaged in manufacturing in Palambur. Less than 50 people, കണ്ടോ, they are engaged in manufacturing process. Yes. Unlike the manufacturing that takes place in the big factories in towns and cities. വലിയ മാനുഫാക്ചറിങ് വലിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് ഒന്നും അല്ല, ബിഗ് ഫാക്ടറീസ് അങ്ങനെയൊന്നും അല്ല. സിമ്പിൾ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത് അല്ലേ. യെസ്, മാനുഫാക്ചറിങ് ഇൻ പാലമ്പൂർ ഇൻവോൾവ്സ് വെരി സിമ്പിൾ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആൻഡ് ആർ ഡൺ ഓൺ എ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസാണ് അവർ എൻഗേജ് ആവുന്നത്. അല്ലാതെ വലിയ വലിയ ബിൽഡിങ്സൊക്കെ പണിത് വലിയ പ്രൊഡക്ഷനൊന്നും അല്ല നടത്തുന്നത്. ദേ ആർ ക്യാരിഡ് ഔട്ട് മോസ്റ്റ്ലി ഇൻ ഹോം, കണ്ടോ, ആൻഡ് ഇൻ ദ ഫീൽഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാമിലി ലേബർ ഉപയോഗിച്ച് അവർ നടത്തും. പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ചെയ്യും, അല്ലെ പ്രൊഡക്ഷനൊക്കെ നടത്തുന്ന ഫാമിലി ലേബർ ഉപയോഗിച്ചാണ്. റെയർലി ആർ ലേബറേഴ്സ് ഹൈഡ്. അപ്പോൾ ലേബറേഴ്സിന് കൂലിക്കെടുക്കുന്നത് വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ്, എപ്പോഴും ഒന്നും കൂലിക്കെടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് അത് ഇത്രയും ഓർത്തിരുന്നാൽ മതി. സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് ആണ്, അതായത് ദ പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദെയർ ഹോം ഇറ്റ് സെൽഫ്. കണ്ടോ, പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദെയർ ഹോം ഓർ ഫീൽഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. യെസ്, ഇനി ഷോപ്പ് കീപ്പിംഗ് അനദർ ഇമ്പോർട്ടൻറ്റ് നോൺ ഫാം ആക്ടിവിറ്റിയാണ്. ഷോപ്പ് കീപ്പിംഗ്, ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് നോൺ ഫാം ആക്ടിവിറ്റി. ഷോപ്പ് കീപ്പിംഗ് നോക്കാം. പീപ്പിൾ ഇൻവോൾവ് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് അല്ലേ. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആർ നോട്ട് മെനി ഇൻ പാലമ്പൂർ. ഒത്തിരി പേരില്ല ട്രേഡിൽ എൻഗേജ് ചെയ്യുന്നവർ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ദ ട്രേഡേഴ്സ് ഓഫ് പാലമ്പൂർ ആർ ഷോപ്പ് കീപ്പേഴ്സ് ഹു ബൈ വേരിയസ് ഗുഡ്സ് ഫ്രം ഹോൾസെയിൽ മാർക്കറ്റ് ഇൻ സിറ്റീസ് ആൻഡ് സെൽ ദം ഇൻ ദ വില്ലേജ്. അപ്പം സിറ്റിയിൽ നിന്ന് വാങ്ങിക്കും, എന്നിട്ട് വില്ലേജിൽ വിൽക്കും. സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ് ആണ്. ദേ ആർ സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്. ദേ പർച്ചേസ് ഗുഡ്സ് ഫ്രം ഹോൾസെയിൽ മാർക്കറ്റ് ആൻഡ് സെൽ ഇൻ ദ റീറ്റെയിൽ. അതായത് വില്ലേജിൽ അങ്ങ് വിൽക്കും റീറ്റെയിലായിട്ട്. യെസ്, wide range of items, or they sell the wide range of items like rice, wheat, sugar, tea, oil, biscuit, soap, toothpaste, battery, candle, notebook, pen, pencil, even the cloth also. എല്ലാ ഐറ്റംസും എന്ത് ചെയ്യും, അവർ ഹോൾസെയിൽ വാങ്ങിച്ചിട്ട് റീറ്റെയിലായിട്ട് വില്ലേജിൽ വിൽക്കും. ഈ ഐറ്റം എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ഐറ്റംസാണ്. എ ഫ്യൂ ഓഫ് ദ ഫാമിലീസ് whose houses are close to the bus stand have used a part of the space to open small shops. കണ്ടോ, ഫാമിലീസ് ഹൂസ് ഹൗസസ് ആർ ക്ലോസ് ടു ദ ബസ് സ്റ്റാൻഡ് അല്ലേ. അപ്പം കുറച്ച് ഫാമിലീസിൽ എന്തുകൊണ്ട് ബസ് സ്റ്റാൻഡിന് അടുത്തൊക്കെയുള്ള വീടുകളുള്ളവരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും, എ പാർട്ട് ഓഫ് ദ എന്താ സ്പേസ് ഓഫ് ദെയർ ഹൗസ് അല്ലേ ടു ഓപ്പൺ എ സ്മോൾ ഷോപ്പ്. സ്മോൾ ഒരു വീടിനകത്ത് ഒരു മുറിയോ ഒക്കെ എന്തായിട്ട് എടുക്കും, യെസ്, ഈ ഷോപ്പായിട്ട് എടുക്കും. എന്നിട്ട് അവിടെ ഈറ്റബിൾസ് വയ്ക്കും. ഇതിലൊക്കെ കഴിക്കാനുള്ള മിഠായി പോലുള്ള ഐറ്റംസൊക്കെ വിൽക്കും. ഓക്കെ, അതാണ് ഷോപ്പ് കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. പാലമ്പൂരിലെ ഷോപ്പ് ഇപ്പോൾ വലിയ ഷോപ്പൊന്നുമല്ല, പിന്നെന്താ
സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ് ആണ്. ദേ പർച്ചേസ് ദ ഐറ്റം ഫ്രം ഹോൾസെയിൽ മാർക്കറ്റ് ആൻഡ് സെൽ ദ വില്ലേജ്. ഇതുപോലുള്ള ഷുഗർ, വീറ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ്. പിന്നെ സം ഫാമിലീസ് ഹാവ് ഹൗസസ് ക്ലോസ് ടു ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഷോപ്പ്, അവരുടെ വീട്ടിൽ തന്നെ ഷോപ്പ് എടുത്തിട്ട് ഈറ്റബിൾസ് ഒക്കെ വയ്ക്കും. ഓക്കെ. ദെൻ ഫോർത്ത് വൺ ട്രാൻസ്പോർട്ടാണ്. ട്രാൻസ്പോർട്ട്, ദർ ആർ വെറൈറ്റി ഓഫ് വെഹിക്കിൾസ് ഓൺ ദ റോഡ്. നമ്മളിത് പഠിച്ചതാണ് അല്ലേ. ടോങ്കാവാലാസ്, റിക്ഷാവാലാസ് ഒക്കെ ഉണ്ട് അല്ലേ. ജീപ്പ്, ട്രക്ക്, അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ പിക്ചറൊക്കെ കാണിച്ചതാണ്. ഓക്കെ. ബുള്ളോ കാർട്ടുണ്ട്, ബോഗിയുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞ കുതിര ഓടിക്കുന്ന വണ്ടി, കുതിരവണ്ടി അല്ലേ, ട്രാൻസ്പോർട്ട് സർവീസായിട്ട് യൂസ് ചെയ്യും. ദേ ക്യാരി പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇത് എന്ത് ചെയ്യും, ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പീപ്പിൾ ആർ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഗുഡ്സ് ആർ ഓൾസോ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ യൂസിങ് ദിസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആൻഡ് ദേ ഗെറ്റ് പേയ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് അവർക്ക് എന്ത് കിട്ടും, പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ അതും വളരെ കുറച്ചായിട്ടുള്ള ആൾക്കാർ മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ എൻഗേജ് ആയിരിക്കുന്നുള്ളൂ. ഓക്കെ. ഇനി കുറേ എക്സാമ്പിൾസ് ഞാനിപ്പോൾ മുമ്പേ ഒരു കോളം പറഞ്ഞു, അത് നിങ്ങളൊന്ന് വായിച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കണം. ദിസ് കോളം കേട്ടോ, ഫാർമർ 1, 2, 3, ഇയർ 1, 2, 3. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ലെറ്റസ് ടേക്ക് 3 farmers, ഈച്ച് ഹാസ് ഗ്രോൺ വീറ്റ് ഓൺ ഹിസ് ഫീൽഡ് ദോ ദ പ്രൊഡക്ഷൻ ഈസ് ഡിഫറെൻറ്റ്. കണ്ടോ, പ്രൊഡക്ഷൻ ഡിഫറെൻ്റ് ആണ്. യെസ്. സെക്കൻഡ് കോളത്തിൽ പറയുന്നുണ്ട് ഇയർ 1, ഇയർ 2, ഇയർ 3. സെക്കൻഡ് കോളത്തിൽ പ്രൊഡക്ഷനെ കുറിച്ച്, പ്രൊഡക്ഷൻ ഡിഫറെൻ്റ് ആണ്. And the whole of the surplus wheat, the consumption of wheat by each farmer family is the same. Consumption same ആണ്, എല്ലാം 40 ആണ് consumption. Yes. The whole of the surplus wheat this year is used as capital for the next year production. അപ്പോൾ സർപ്ലസിൻ്റെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷൻ്റെ ഇതായിട്ട് യൂസ് ചെയ്യും, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ഇയറിൽ വരുന്ന സർപ്ലസ് അതെന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യും. മനസ്സിലായല്ലോ. ഓൾസോ സപ്പോസ് പ്രൊഡക്ഷൻ ഈസ് ട്വൈസ് ദ ക്യാപിറ്റൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. കണ്ടോ, പ്രൊഡക്ഷൻ ഈസ് ട്വൈസ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റൽ കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ നമുക്ക് സർപ്ലസ് എമൗണ്ട് 500 രൂപ ഉണ്ടെങ്കിൽ ഈ വർഷം ഒരു പ്രൊഡക്ഷൻ എത്ര രൂപ ഉപയോഗിക്കും, 1000 രൂപ ഉപയോഗിക്കും. അപ്പോൾ 500 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ ഒരു പ്രൊഡക്ഷന് ഉപയോഗിക്കും. അപ്പോൾ ഫസ്റ്റ് കോളം വേണേൽ ഫാർമർ 1ൻ്റെ ഞാനിത് പറഞ്ഞുതരാം. ഇയർ 1 പ്രൊഡക്ഷൻ 100 ആണ്, കൺസംഷൻ 40 ആണ്. അപ്പോൾ സർപ്ലസ് എത്തായിരിക്കും, പ്രൊഡക്ഷൻ മൈനസ് കൺസംഷൻ, ദാറ്റ് ഇസ് 60. 100 മൈനസ് 40, അതാണ് 60. 100 മൈനസ് 40. അപ്പോൾ ക്യാപിറ്റൽ ഫോർ ദ നെക്സ്റ്റ് ഇയർ അവിടെ സർപ്ലസ് ആയിരിക്കുമല്ലോ, അത് 60 തന്നെ കിട്ടി. മനസ്സിലായോ. ഇവിടെ 100 പ്രൊഡക്ഷൻ നടന്നു, കണ്ടില്ലേ, കൺസംഷൻ എത്ര നടന്നു, 40 നടന്നു. അപ്പോൾ 60 എങ്ങനെ കിട്ടി, സർപ്ലസ്. പ്രൊഡക്ഷൻ മൈനസ് 100 മൈനസ് 40 ഈക്വൽ ടു 60. ഇവിടെ 100 മൈനസ് 40. ഓക്കെ, ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, 100 മൈനസ് 40 ഈക്വൽ ടു 60. ആ 60 ആണ് ഈ നെക്സ്റ്റ് ഇയർ പ്രൊഡക്ഷന് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്, ദ whole of the surplus wheat this year is used as capital for next year's production. കണ്ടോ, yes. And suppose production is twice the capital used in production. കണ്ടോ, twice the capital. അപ്പോൾ ഇവിടെ 60 വന്നു. അപ്പോൾ ഈ 60 വന്നപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് നെക്സ്റ്റ് ഇയറിൽ അപ്പം 60 + 60 120 ആയി ഇവിടുത്തെ പ്രൊഡക്ഷൻ ഉപയോഗിച്ചത്. അപ്പോൾ കൺസംഷൻ ഇവിടെ എത്ര വരുന്നു, 120 മൈനസ് 40. അപ്പോൾ എത്ര വരും, 80 വരും അല്ലേ, 80 വരും ഇവിടെ. മനസ്സിലായോ. ആ കോളത്തിൽ, സെക്കൻഡ് കോളത്തിൽ 80 വരും. ഇനി അപ്പോൾ അവരുടെ സർപ്ലസ് ഇവിടെ എത്ര വരും, 80. കണ്ടോ, സർപ്ലസ് 80 ആണ്. 80 ആയതേ. 80 എങ്ങനെ മനസ്സിലായത്, 120 മൈനസ് 40 പ്രൊഡക്ഷൻ. കാരണം ഈ ക്യാപിറ്റലിൻ്റെ, ഈ കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റലിൻ്റെ ഇരട്ടിയാണ് 120. 120 എങ്ങനെ കിട്ടി, 60 + 60 കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റലും ഈ വർഷം ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഇരട്ടിയുടെ അവർ യൂസ് ചെയ്ത് 60. അപ്പോൾ 120 കിട്ടി. 120 + 40 80. ക്യാപിറ്റൽ ഫോർ ദ നെക്സ്റ്റ് ഇയർ 80. അപ്പോൾ ഇവിടെ എത്ര വരും, 80 + 80 160. മനസ്സിലായോ. 160 40 കൊടുക്കണം. അപ്പോൾ 120. അപ്പോൾ നെക്സ്റ്റ് ഇയർ ക്യാപിറ്റൽ ഈസ് 120. ഓക്കെ, ഇവിടെ 120 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ്. അത് ബാക്കിക്കുള്ള നിങ്ങൾ ഫില്ല് ചെയ്യണം. അതാ ഒന്നൊന്ന് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, പിന്നെ ഈ കഥകളൊക്കെ ഒന്ന് വായിക്കുക, മെർഷിലാലിൻ്റെയും അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ ലൈവ് സെഷനിൽ വരുമ്പോൾ കരീമിൻ്റെ കഥയും നിങ്ങൾ തന്നെ ഒന്ന് വായിരും. ഇതൊക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇതൊക്കെ കിഷോറയുടെ കഥയൊക്കെ വായിരും. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ട് കഥ എന്നോട് പറയണം അറ്റ് ദ ടൈം ഓഫ് ലൈവ് സെഷൻ. നിങ്ങൾക്ക് ജോലിയൊക്കെ വേണമല്ലോ, ഇച്ചിരി ഒന്ന് വായിക്കുന്നതൊക്കെ. ഓക്കെ, അപ്പം ആക്ച്വലി ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇത്രയായിട്ടേ ഉള്ളൂ. പിന്നെ എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ എക്സർസൈസ് ക്വസ്റ്റ്യൻ ഞാൻ മിക്കവാറും എല്ലാം പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക. ഞാൻ ഇന്നോ കുറേ നോട്ട്സ് കൂടെ
ഇതിൻ്റെ കൂടെ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട്സും എഴുതി വായിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നോക്കട്ടെ, ഈ എക്സർസൈസിന് തരാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തരാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്, ഹാവ് എ നൈസ് ഡേ.